മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സുരേന്ദ്രന്റെ മയപ്പെട്ടുള്ള മറുപടിയോടെ കൂടിക്കാഴ്ചയുടെ അന്തർധാര മറനീക്കി പുറത്തുവന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഇതിൻ്റെ ദുരൂഹത നീക്കാൻ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി സൂചിപ്പിക്കണം. കേരളത്തിൻ്റെ ഏതെല്ലാം അവകാശങ്ങളെപ്പറ്റി സംസാരിച്ചോ, ആവശ്യങ്ങളെപ്പറ്റി പറഞ്ഞോ, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞോ, നമ്മുടെ വയനാട്ടിലേക്ക് ഗ്രാൻഡായിട്ട് വേണം പണം തരണം എന്നുള്ളത് പറഞ്ഞോ, കാലാവധി നീട്ടുമെന്ന് പറഞ്ഞോ, ഏത് കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതിന് എന്താണ് മടിക്കേണ്ട ആവശ്യം? ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ സുരേന്ദ്രൻ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മയപ്പെട്ടുള്ള പ്രതികരണം തന്നെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ അന്തർധാര ഈ കൂടിക്കാഴ്ചയോടുകൂടി അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, ഈ ആരോപണം സഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. അപ്പോഴും സംശയങ്ങൾ ബാക്കിയാണെന്നാണോ ചെന്നിത്തല പറയുന്നത്? ജോയ്സ്, സ്മൃതി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ഉന്നയിച്ച അതേ ആരോപണം തന്നെയാണ് വീണ്ടും രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ അതെന്താണെന്ന് വ്യക്തത വരുത്തണമെന്നാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഒപ്പം ഈ മുഖ്യമന്ത്രി ഇതിലെല്ലാം ഒരു ദുരൂഹതയുണ്ട്, ആ ദുരൂഹത എന്താണെന്ന് വ്യക്തമാക്കണം. അതിനൊപ്പം തന്നെ എന്താണ് നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചത്, സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതെന്താണെന്ന് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. ഈ അനൗദ്യോഗിക കൂടിക്കാഴ്ചയിൽ എന്താണുള്ളതെന്ന് വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് മറ്റെന്തോ ആണെന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ചർച്ച അത് വരുമ്പോൾ ഒരു ചായ സൽക്കാരമാണെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയപരമായി പല മാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതിൽ BJPക്ക് അനുകൂലമായി നിലപാടെടുക്കാനാണോ ഈ ഒരു ചർച്ചയിൽ ദില്ലിയിൽ നടക്കുന്ന ചർച്ച എന്നടക്കമുള്ള സംശയമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും നിലപാട് ആവർത്തിച്ച് ഈ വിഷയത്തിൽ എന്താണ് കേന്ദ്ര ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി ദില്ലിയിൽ നടത്തിയ ചർച്ച എന്നതിൽ അതിൽ വ്യക്തത വരുത്തണം. എന്താണ് സംസാരിച്ച കാര്യങ്ങളെന്ന്, കൂടിക്കാഴ്ചയിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന് വ്യക്തമാക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ചെന്നിത്തല ഇന്ന് ദില്ലിയിലും ചെയ്തത്. ശ്രുതി, ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്.